ഇന്ന് 6:30 അതായത് 29 തീയതി ഏപ്രിൽ മാസം 29 6:30 മണിക്ക് 6 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് അവസാനിക്കും. 6:30 എക്സിറ്റ് പോളുകൾ പുറത്തുവിടാം. ഒരുപാട് ഏജൻസികളാണ് എക്സിറ്റ് പോളുകൾ മാറ്റിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തെ 6:30 കഴിഞ്ഞാൽ ചാനലുകളെല്ലാം ബ്ലിങ് 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 എന്ന് പറഞ്ഞ് മിന്നിത്തിളങ്ങും. യൂട്യൂബ് ചാനലുകൾ മിന്നിത്തിളങ്ങും. ഞങ്ങളും കുറേ റിസൾട്ടുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഏജൻസികളും അയച്ചു തന്നിട്ടുള്ള റിസൾട്ടുകൾ ഞങ്ങളുടെ കൈവശവുമുണ്ട്. ഞങ്ങളും അത് പുറത്തുവിടും. ഇന്ന് 6:30 മണി കഴിഞ്ഞാൽ ഒരുപാട് ഏജൻസികളുടെ പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ, വിശകലനങ്ങൾ എല്ലാം പുറത്ത് വരുന്നതാണ്. അപ്പോൾ എക്സിറ്റ് പോളിൻ്റെ ആ പുറത്ത് വരവോടുകൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൈരളി പോലുള്ള 24/7 ന്യൂസ് ചാനൽ പോലുള്ള ഇടതുപക്ഷത്തിന് ശക്തമായ ആഭിമുഖ്യമുള്ള CPM പ്രോ CPM ആയിട്ടുള്ള ശക്തമായ ചാനലുകൾ മാത്രമാണ് CPMൻ്റെ അധികാരം പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും UDFനുള്ള ആ ഒരു അംഗീകാരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. UDFന് വലിയ കോൺഫിഡൻസുമാണ്. അതുകൊണ്ടാണല്ലോ പിന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ മുഖ്യമന്ത്രിയാകാൻ ചട്ടയടിച്ച് അതിനുവേണ്ടിയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതും. ഇത് മനസ്സിലാക്കി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കുന്നത് നല്ലതാണെന്നുള്ള പല നിർദ്ദേശങ്ങളും സോഷ്യൽ മീഡിയയിലും TV-കളിലുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സുധാകരൻ്റെ ഒരു സാധ്യതയും ഉണ്ട്. അദ്ദേഹം പക്ഷെ ആകില്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്. മുരളീധരൻ്റെ പേര്. സുധാകരൻ്റെ പേരുണ്ടെന്ന് പറയുമ്പോൾ സുധാകരൻ ഇനി മത്സരിച്ച് വരണം. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ മുരളീധരനുണ്ട്, നമുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, പിന്നെ മേത്തൂ കുഴൽനാടൻ വരെ ഉണ്ട്. എന്നാലും അതൊന്നും ആവാൻ സാധ്യതയില്ല. നമുക്കിപ്പോൾ സാധ്യത കിടക്കുന്നത് KC വേണുഗോപാലിനും അതുപോലെ തന്നെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ VD സതീശനുമാണ്. ഇത് മൂന്നിൽ ആരായാലും അതൊക്കെ വളരെ പെട്ടെന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒരു നല്ല പൊസിഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ലീഡറാണ്. അപ്പോൾ അങ്ങനെ പിന്നെ യുവാക്കൾ മറ്റുള്ളവരെല്ലാം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് നമുക്കൊരു അനാലിസിസിലേക്ക് പോയാൽ 74 മുതൽ 80 സീറ്റുകൾ വരെ UDF പിടിച്ചാൽ അത്ഭുതമില്ല. ഒരു 65-70 സീറ്റ് 55-65 സീറ്റ് LDF പിടിച്ചേക്കാം. LDFിലെ കോട്ടകളായിട്ടുള്ള സ്ഥലത്തെ 10-45 സ്ഥലം LDF ജയിക്കാൻ സാധ്യതയുണ്ട്. അതിൽ സംശയം പറയുന്ന 2-3 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി മണ്ഡലങ്ങളിൽ LDF അല്ലെങ്കിൽ CPM ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ CPMൻ്റെ കുറേ മണ്ഡലങ്ങളിൽ 10-45 മണ്ഡലങ്ങൾ CPM ജയിക്കും. 40-41 മണ്ഡലങ്ങളിൽ 45ഓളം മണ്ഡലങ്ങളിൽ പിന്നെ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുണ്ട്. ലീഗ് ഒരു 20ഓളം മണ്ഡലങ്ങളിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ KK രമ, പിന്നെ CP ജോൺ, RMPയുടെ CP ജോൺ, പിന്നെ CMPയുടെ CP ജോൺ, RMPയുടെ രമ, KK രമ, പിന്നെ അതുപോലെ തന്നെ അനൂപ് ജേക്കബ്, ഇതെല്ലാം സിംഗിൾ പാർട്ടി ഓറിയൻറ്റഡ് പരിപാടികളാണ്. പിന്നെ അതുപോലെ തന്നെ മാണി C കാപ്പൻ, ഇങ്ങനെ ഒറ്റ ആളേ ഉള്ളൂ. അവർക്ക് പിന്നെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നുള്ള കണക്ക് വരുമ്പോഴും 4-5 പേര് ജയിക്കും. സുധാകരൻ അമ്പലപ്പുഴയിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. പല അട്ടിമറി വിജയങ്ങളും മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള പല അട്ടിമറി വിജയങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. P രാജീവ്, രാജേഷ്, ബിന്ദു, കേളു തുടങ്ങിയ നിരവധി മന്ത്രിമാരുടെ, രാജൻ ഒക്കെ, അങ്ങനെ പല മന്ത്രിമാരുടെയും നിലനിൽപ്പ് തന്നെ പ്രശ്നമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിതെന്നറിയുന്നു. എന്തായാലും 75-നും 80-നും പരമാവധി പോയാൽ 85 സീറ്റിനകത്ത് UDF വരും. 55-60 അത് അല്ലെങ്കിൽ 65 സീറ്റിനകത്ത് LDF മാറും. അപ്പോൾ NDAയുടെ ഷെയർ എവിടെ, BJPയുടെ വോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ 2 മുതൽ 3 അല്ലെങ്കിൽ 4 സീറ്റ് വരെ BJP പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 4 സീറ്റ് വരെ അല്ലെങ്കിൽ 5 സീറ്റ് വരെ BJP, ബാക്കിയുള്ള 60 സീറ്റ് പിന്നെ 60-ഉം പിന്നെ 5-ഉം പോയി 65-ഉം പോയിട്ട് ബാക്കിയുള്ള ഒരു 75ഓളം സീറ്റ് പിന്നെ UDF പിടിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ UDF പിടിക്കുന്ന സീറ്റ് കുറച്ചുകൂടെ മുകളിലേക്ക് പോയേക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ അത് CPMൻ്റെ കയ്യിൽ നിന്നായിരിക്കും ആ സീറ്റുകൾ പോകുന്നത്. BJP 4-5 സീറ്റുകൾ പിടിക്കും എന്നുള്ള ഒരു ഉറച്ച നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെ BJP ഒരു 5 സീറ്റ് പിടിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിൽ BJP വേര് പിടിച്ചു എന്നുള്ള സൂചനകളും പൊതുസമൂഹത്തിന് കിട്ടും. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഈ 4-5 സീറ്റ് കൊണ്ട് BJP അവരുടെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള 80-85 സീറ്റ് കൊണ്ട് UDF ഭരണം ഉറപ്പിക്കുമ്പോൾ 50-55-60 സീറ്റ് കൊണ്ട്, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 65 സീറ്റ് കൊണ്ട് LDF തൃപ്തിപ്പെടേണ്ടി വരും. ഇതിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള കണക്കുകൾ നമുക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ
വോട്ടെണ്ണിയാൽ മാത്രമേ അറിയാൻ കഴിയൂ. മെയ് മാസം 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. ഇന്നിപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ ഈ ദിവസത്തെ ഈ മെയ് മാസത്തെ 4-ാം തീയതി നമുക്ക് റിസൾട്ട് അറിയുമ്പോൾ അന്ന് ആരാണ് ജയിച്ചതെന്ന് നമുക്കറിയാൻ പറ്റും. ഇനി 4 ദിവസം കൂടെ, ഇന്ന് 29ആയി, 4 ദിവസം കൂടെ 30, 31, 1, 2, 3, 4, 4-5 ദിവസം കൂടെ ഉള്ളൂ. അതിന് മുന്നോടിയായി ഇന്ന് വൈകുന്നേരം 6:30 കഴിയുമ്പോൾ വളരെ കൃത്യമായി എക്സിറ്റ് പോളുകൾ പുറത്തു വരും. നാളത്തെ പത്രങ്ങൾ, മാധ്യമങ്ങൾ നിറച്ച് എക്സിറ്റ് പോളിൻ്റെ സർവേ ഫലങ്ങളായിരിക്കും. അത് വരട്ടെ ആദ്യം. രണ്ടാമത് നമുക്കറിയാം ആരാണ് 4-ാം തീയതി വരുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് UDF ആണ് വരാൻ സാധ്യത. അട്ടിമറി നടന്നാൽ LDF വരും. BJP അവരുടെ സാന്നിധ്യം കൃത്യമായി അറിയിക്കുകയും ചെയ്യും.